ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഗിൽബർട്ട് വോണ്ടേമോ തിയറം ആയിരുന്നു. അതിൻ്റെ ഒരു കൊറോളറി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് എ ഡെഫിനിഷൻ ദാറ്റ് ഈസ് AND. ഡെഫിനിഷൻ A of ND. A of ND എന്ന് പറഞ്ഞാൽ it is the maximum number of vectors of length n and the distance between these vectors is d or more is denoted by AND. ഒരിക്കൽ കൂടി ഞാൻ ഡെഫിനിഷൻ പറയാം. The largest number of binary vectors of length n. Largest number of binary vectors of length n ആണ്. ആൻഡ് ഹൂസ് മ്യൂച്വൽ ഡിസ്റ്റൻസ്, അതായത് ഈ സെറ്റിൽ ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് അവയുടെ ഡിസ്റ്റൻസ് നോക്കിയാൽ ഡി ഓർ മോർ ആയിരിക്കും. അതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ഡിനോട്ടഡ് ആസ് AND. Hope that it is clear. Next we have a theorem, small theorem, and the statement of the theorem is like this. If D is even, if D is even, A of n minus 1 D minus 1 is equal to A of n D. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഡി ഈവൻ ആണെങ്കിൽ AN minus 1 D minus 1 equal to AND. AN minus 1 D minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം നമ്പർ ഓഫ് വെക്ടേഴ്സ് whose length is n minus 1 and their mutual distance is D minus 1 or more. അങ്ങനെയുള്ള n minus 1 ലെങ്ത് ഉള്ള വെക്ടേഴ്സ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് D minus 1 അതിൽ കൂടുതലോ ആയിട്ടുള്ള അങ്ങനെയുള്ള വെക്ടേഴ്സുകളുടെ ആകെ എണ്ണമാണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ഇവിടെ AND എന്ന് പറഞ്ഞാൽ n ലെങ്ത് ഉള്ളതും മ്യൂച്വൽ ഡിസ്റ്റൻസ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആയിട്ടുള്ളതുമായ വെക്ടേഴ്സിന്റെ എണ്ണത്തെയാണ് നമ്മൾ AND എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി സപ്പോസ് ദാറ്റ് AN minus 1 D minus 1 equal to m ആണ്. AM minus 1 D ഇത് നമ്മൾ സപ്പോസ് ചെയ്യുവാണ്. D minus 1 equal to m. m എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? There exists a set capital S of m vectors, capital X of m vectors such that its length എന്ന് പറയുന്നത് length is n minus 1 and their mutual distance എന്ന് പറയുന്നത് D minus 1 ആണ്. That is, if U and V belongs to this particular set S. ഈ സെറ്റിനകത്തുള്ള രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ U and V എന്ന് പറയുന്നത് എന്തായിരിക്കും? D minus 1 ആയിരിക്കും. മ്യൂച്വൽ ഡിസ്റ്റൻസ് D minus 1 ആയിരിക്കും. ആൻഡ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? D is an even number. So D minus 1 എന്ന് പറയുന്നത് എന്താണ്? This is an odd number. ഇതെന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. D minus 1 ഒരു ഓഡ് നമ്പർ ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാവുന്ന എന്താണ്? വെയിറ്റ് ഓഫ് UV, D of UV എന്ന് പറയുന്നത് എന്താണ്? This is weight of U minus V ആണ്. And this can be again written as weight of U plus V ആണ്. Okay, and weight of U minus V ഇത് കിട്ടണമെങ്കിൽ ഇത് അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ U and V ഈക്വൽ ടു D minus 1. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു സം D minus 1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, D minus 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് വെയിറ്റ് ഓഫ് U minus V എന്ന് പറയുന്നതും ഓഡ് നമ്പർ ആയിരിക്കും. ഇക്വാലിറ്റി സൈൻ ആണല്ലോ. അപ്പം ഇത് രണ്ടും ഓഡ് നമ്പർ ആയിട്ട് വരണമെങ്കിൽ ഒരെണ്ണത്തിന്റെ വെയിറ്റ്, അതായത് ഒരു വെക്ടറിന്റെ വെയിറ്റ് ഓഫ് വൺ വെക്ടർ എന്ന് പറയുന്നത് ഓടും മറ്റേ വെക്ടർ എന്ന് പറയുന്നത് ഈവനും ആയിരിക്കണം. ഓക്കെ, ഒരു വെക്ടറിന്റെ the one of the vectors must be of odd weight and the other must be of even weight. Since D minus 1 ഇപ്പം നമ്മൾ എഴുതിയതുപോലെ D minus 1 നമുക്ക് എങ്ങനെ എഴുതാം? This is distance between U and V ആണ്. And this is equals weight of U minus V ആണ്. And this can be written as weight of U plus V എന്ന് എഴുതാം. And which is equal to weight of U plus weight of V
-2 into u star v. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? Now we add an overall parity check. Now we add an overall, ഇതിൽ ഒരെണ്ണത്തിന്റെ വെയിറ്റ് ഓടും ഒരെണ്ണത്തിന്റെ വെയിറ്റ് ഈവനുമാണ്. Now we add an overall parity check to the vectors in S. എസിലുള്ള വെക്ടേഴ്സിന് ഒരു ഓവറോൾ പാരിറ്റി ചെക്ക് ആഡ് ചെയ്യുവാണ്, അതായത് ഒരു ഡിജിറ്റും കൂടി ആഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ എസിലുള്ള എലമെന്റ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താകും? n ആകും. നേരത്തെ n-1 ആയിരുന്നു. ഒരു പാരിറ്റി ചെക്ക് ആഡ് ചെയ്താൽ എന്തായിരിക്കും മാറും? അത് n ആയിട്ട് മാറും. ലെങ്ത് എന്ന് പറയുന്നത് n ആയിട്ട് മാറും. ആൻഡ് എനി two vectors which were at a distance d-1 will be at a distance d from each other. അതായത് ഒരെണ്ണം കൂടി ആഡ് ചെയ്തു, അപ്പൊ d-1 വെയിറ്റ് ഉണ്ടായിരുന്നതിന്റെ കൂടെ ഒരു നമ്പറും കൂടി ആഡ് ആയില്ലേ? അതായത് ഒരെണ്ണത്തിനകത്ത് ഈവൻ നമ്പർ ആണ് വരുന്നത്, ഈവൻ വെയിറ്റ് ആണ് വരുന്നത്. ഈവൻ വെയിറ്റ് വരുമ്പം അതിന്റെ പാരിറ്റി ചെക്കിന്റെ കൂടെ നമ്മൾ 0 ആഡ് ചെയ്യും. ഓഡ് വെയിറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ 1 ആഡ് ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പാരിറ്റി ചെക്ക്. അപ്പൊ ഇവന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 1 - 0 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു വെയിറ്റ് ആഡ് ചെയ്ത് വരുവാ ചെയ്യുന്നത്. അപ്പൊ ഇവയുടെ എല്ലാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരു പ്ലേസും കൂടെ കൂടി. നേരത്തെ d-1 ആയിരുന്നു, ഇപ്പൊ അത് എന്തായിട്ട് മാറി? d ആയിട്ട് മാറി. അപ്പൊ ഇപ്പോൾ ഉള്ള വെക്ടേഴ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് n-ഉം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള മ്യൂച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? d ആയിട്ട് മാറി. ഇങ്ങനെയുള്ള വെക്ടേഴ്സ്, അതായത് ലെങ്ത് n-ഉം ഡിസ്റ്റൻസ് d-യും ഉള്ള വെക്ടേഴ്സ്, ഇങ്ങനെയുള്ള എത്ര വെക്ടേഴ്സ് നമുക്കിപ്പോ കിട്ടി? m വെക്ടേഴ്സ് കിട്ടി. അതായത് നമ്മുടെ കയ്യിൽ n-1 ലെങ്ത് ഉള്ള m വെക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവയുടെ കൂടെയാണ് നമ്മൾ ഒരു പാരിറ്റി ചെക്ക് ആഡ് ചെയ്ത് n ലെങ്ത് ഉള്ളതാക്കിയത്. അപ്പൊ നമുക്ക് ഒന്ന് ഈവനും ഒന്ന് ഓഡ് വെയിറ്റ് ഉള്ളതും വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസും d കിട്ടും. അപ്പൊ n ലെങ്തും d വെയിറ്റും ഉള്ള m വെക്ടേഴ്സ് ഓൾറെഡി ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി we know that a and d എന്ന് പറയുന്നത് എന്താണ്? ഈ ലെങ്ത് n ലെങ്തും d ഡിസ്റ്റൻസും വരുന്ന വെക്ടേഴ്സുകളുടെ ആകെ എണ്ണമാണ്. അത് ഇത്ര എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് m എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a(n-d) ആണെന്ന് കിട്ടും. ഓക്കെ, ഈ m എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്താണ് അസ്യൂം ചെയ്തിരിക്കുന്നത്? a(n-1) d-1 is less than or equal to a(n-d) എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്കിത് ഇക്വാലിറ്റി അല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെക്കൻഡ് വൺ, അതുപോലെ തന്നെ രണ്ട് ഇൻഇക്വാലിറ്റി ആണ് നമ്മൾ ഇവിടെയെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരിച്ചുള്ള ഇൻഇക്വാലിറ്റി നമ്മൾ പ്രൂവ് ചെയ്യും. തിരിച്ചുള്ള ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സപ്പോസ് a(n-d) എന്ന് പറയുന്നതിന് നമ്മളൊരു ക്യാപിറ്റൽ M ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? Therefore there exists a set S of m vectors of length n. ഇവരുടെ ലെങ്ത് എന്തായിരിക്കും? ഓഫ് ലെങ്ത് n ആണ്. ആൻഡ് മ്യൂച്വൽ ഡിസ്റ്റൻസ്, ഇവ തമ്മിലുള്ള മ്യൂച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആയിരിക്കും. ഓക്കെ, മിനിമം ഡിസ്റ്റൻസ് d ആയിരിക്കും. ഇനി ഈ എസിലുള്ള രണ്ട് വെക്ടേഴ്സ് നമ്മൾ എടുക്കുക. ലെറ്റ് x ആൻഡ് y ബിലോങ്സ് ടു എസ്. എസിനകത്തുള്ള രണ്ട് വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് എങ്ങനെയുള്ളത് എടുക്കണം? സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x ആൻഡ് y ഈസ് ഈക്വൽ ടു d. നമ്മൾ എങ്ങനെയുള്ള വെക്ടേഴ്സ് ആണ് എടുക്കേണ്ടത്? ഇവ നമ്മുടെ ഡിസ്റ്റൻസ് d ആയിട്ടുള്ള വെക്ടേഴ്സ് എടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൗ ഫൈൻഡ് എ കോർഡിനേറ്റ് ഇൻ വിച്ച് x ആൻഡ് y ഡിഫർ. അതായത് എക്സും വൈയും അതായത് എക്സിൽ 1 വരുന്ന പൊസിഷനിൽ വൈയിൽ 0 വരുന്ന, അല്ലെ വൈക്ക് 0 വരുന്ന പൊസിഷനിൽ എക്സിന് 1 വരുന്ന, അങ്ങനെ ഡിഫർ ആയിട്ട് വരുന്ന എക്സിലും വൈയിലും ഡിഫർ ആയിട്ട് വരുന്ന ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക. ആൻഡ് ഡിലീറ്റ് ദിസ് കോർഡിനേറ്റ്. ആ കോർഡിനേറ്റ് മാത്രം എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്യുക. Then we get two vectors of length. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിലും വൈയിലും ഡിഫർ ആയിട്ട് വന്നിട്ടുള്ള ആ പൊസിഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്തു. എക്സിന്റെ ആക്ച്വൽ ലെങ്ത് n ആയിരുന്നു, അതിൽ നിന്ന് ഒരു പൊസിഷൻ ഡിലീറ്റ് ചെയ്തപ്പോൾ ലെങ്ത് n-1 ആയി. വൈക്കും n ആയിരുന്നു ലെങ്ത്, ഇവിടെ n-1 ആയി. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി? d-1 ആയിട്ട് മാറി. ആക്ച്വൽ ഡിസ്റ്റൻസ് d ആയിരുന്നു,
ഇത് തമ്മിൽ ഡിഫറൻസ് വരുന്ന സ്ഥലത്ത് കോർഡിനേറ്റ് പൊസിഷൻ മാറി കഴിയുമ്പോൾ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും, ഒന്ന് കുറയും. That is d minus 1. Then we can form a set of, നമുക്ക് എന്താ, we can form a set of capital M vectors. നമ്മൾ SM ആയിട്ടല്ലേ എടുത്തേ, of length n minus 1 and minimum distance is d minus 1. Minimum distance d minus 1 ഉള്ള ഒരു വെക്ടർ. അതുപോലെ ഇപ്പം നമ്മൾ ആദ്യം എഴുതിയതുപോലെ നമുക്ക് എന്താ എഴുതാൻ പറ്റും, a n minus 1 d minus 1 is greater than or equal to m എന്ന് പറയാൻ പറ്റും. That is a n minus 1 d minus 1 is greater than or equal to a n d എന്ന് പറയാൻ പറ്റും. This is the second equation. From 1 and 2 we conclude that last a n minus 1 d minus 1 is equal to a n d എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ മൊഡ്യൂളിലെ നമ്മുടെ ലാസ്റ്റത്തെ തിയറം. ഇതും കൂടെ നിങ്ങളൊന്ന് നോട്ടിൽ എഴുതിയിട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കുക.